ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോലാറിലെ ദക്ഷിണ കാശി അന്തര ഗംഗെ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നീട് കാണാം. ഇത് ഒരു വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല 150 പടികളോളം മുകളിലേക്ക് കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാം. കുരങ്ങന്മാരുടെ ശല്യം ഉള്ള സ്ഥലമാണ്. നമ്മളങ്ങനെ വലിയ ശല്യം ചെയ്യൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് മുകളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു മടങ്ങി വരാം കേട്ടോ. ദക്ഷിണ കാശി അന്തര ഗംഗെ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് തോന്നുന്നു. പേര് അത്രയും നമുക്കൊരു പരിചിതമല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് നാവിൽ വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തെറ്റിപ്പോയതാണ്. എന്തായാലും മുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിലെത്താം. നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം കരുണാപയോനിധിം നാരായണം ഭവ്യശരണാഗതനിധിം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ അമ്പലക്കുളം, അതിൻ്റെ നടുക്കൊരു ഗോപുരം, അങ്ങനെ എല്ലാം കൊണ്ടും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റും. ആ പഴമയെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പുതുതായിട്ട് ഇവിടെ ഒന്നും പണിതിട്ടില്ല അവർ. പിന്നെ ഇതൊരു കാടിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം. നിപ 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 മപനി നിസരി മപനി നി നാരായണം നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സപോഷണം നാരായണം ശൃംഗാരനായകം. ഏകദേശം 2 മണിക്കൂറുകളോളം അവിടെ ചെലവിട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ.
പിന്നെ ഞങ്ങൾ പോയത് കോടിലിംഗേശ്വര ക്ഷേത്രം, വേറെ 2-3 ക്ഷേത്രമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇത് 17-ാം തീയതിത്തെ വീഡിയോ ആണ് ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 17-ാം തീയതി സന്ദർശിച്ച ക്ഷേത്രങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ഇത് ഗരുഡസ്വാമി ടെമ്പിൾ ആണ് കോലാറിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇത് വളരെ ചെറിയ അമ്പലമാണ്, പക്ഷേ ഇവിടുത്തുകാർക്ക് ഇത് വലിയ ഒരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. ഒരു ചെറിയ കുഗ്രാമമാണ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരമാണ് അവിടെ ചിലവഴിച്ചുള്ളൂ. അത് കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളൊരു ടെമ്പോ വാൻ വാടകയ്ക്ക് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഹൈവേ റോഡുകളെല്ലാം വളരെ മനോഹരമാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനം കുളിരും. നല്ല കാഴ്ചകളാണ് പോകുന്ന വഴികളിലെല്ലാം. പക്ഷെ നാട്ടിൻപുറത്തെ റോഡുകളെല്ലാം വളരെ മോശമാണ് കേട്ടോ. അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ സിറ്റിയിലെ റോഡുകളൊന്നും നമ്മുടെ നാടിനെ പോലെ അത്ര വൃത്തിയുള്ളതല്ല. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ സിറ്റിയിലുള്ള റോഡുകളും അതേപോലെ പരിസര പ്രദേശങ്ങളും. നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർക്ക് അത് അവിടുത്തെ ആ ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ നോർത്ത് ഇന്ത്യ ആയാലും ഈ കർണാടക ആയാലും തമിഴ്നാടായാലും എല്ലാം ഏകദേശം ഒരേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ സിറ്റിയിലും അതേപോലെ ഗ്രാമീണ പ്രദേശങ്ങളിലും ഒന്നും ഉള്ള വൃത്തി അവിടെ കാണാനില്ല എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം. ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശിഖാരായ നമഃ ശിവായ. അടുത്ത ടെമ്പിൾ രാമലിംഗേശ്വര ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. പുരാതനമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൊത്തുപണികളും ആ പഴമയും ഒന്നും നഷ്ടപ്പെടാതെ നല്ല ഭംഗിയായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ കാലത്തെ ഏതോ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരെയൊക്കെ ഓർമ്മ വരും. അത്തരത്തിലുള്ളൊരു നിർമ്മിതിയാണത്. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇതിൻ്റെ നേരയ്ക്കും കീഴയ്ക്കൊക്കെ ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എല്ലാം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത്രയ്ക്കധികം ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, മലമുകളിലെല്ലാം ക്ഷേത്രങ്ങളാണ്. ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെ വഴി കുറച്ചുകൂടെ ഇടുങ്ങിയതായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. എങ്കിലും തിരക്കേടില്ലാത്ത റോഡായതുകൊണ്ട് ഞങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് അധികം ദൂരം ഇല്ല എന്ന് തോന്നുന്നു. അതായത് ഒരു ചെറിയൊരു ക്ഷേത്രം എത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ക്ഷേത്രമാണ്. കുറച്ച് ഗുഹയുടെയൊക്കെ ഉള്ളിൽ കൂടിയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ കുറച്ച് മേലേക്ക് കയറിയിട്ടാണ് ഈ ക്ഷേത്രം. ചിക്ക തിരുപ്പതി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ അത്ര വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. ഒരു പൂജാരി ഈ അമ്പലത്തിന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ ദക്ഷിണ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അധികം സമയമൊന്നും ഞങ്ങളിവിടെ ചിലവഴിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും തിരിച്ചിറങ്ങി. കാരണം അവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല. അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇനി. ഇവിടെയാണ് ഇനി അടുത്ത ക്ഷേത്രം ഉള്ളത്. ഇതൊരു ഹില്ലാണ്, വലിയൊരു മലയാണ്. പാറക്കല്ലുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് എടുത്തു വെച്ച മാതിരി തോന്നും. ആവണി ഹിൽസ് എന്നാണ് ഇത് അറിയപ്പെടുന്ന ഈ സ്ഥലം. അത്യാവശ്യം നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം എവിടെ നമുക്ക് ഒരു തണലിൽ നിൽക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഈ ഭാഗത്ത് കുറേ സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ടു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ക്ഷേത്രമുണ്ട്. അത് ഒരുപാട് മുകളിലേക്ക് പടികൾ കയറി പോകണം. അപ്പോൾ കൂട്ടത്തിൽ വന്ന ചിലരെല്ലാം അവിടേക്ക് പോകാനുള്ള ചില പ്ലാനുകളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം ബാക്കി എന്താണ് തീരുമാനം എന്നറിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാം. പീനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. നാഗേന്ദ്രഹാ
शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय അങ്ങനെ കുറേ പേര് മുകളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തി. ഞാൻ ഇതുവരെ നടന്നു വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് പടികൾ കയറിയിട്ടാണ് ഇതുവരെ എത്തിയത്. എന്തായാലും തിരിച്ചിറങ്ങിയിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ മനം കുളിർപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. ഒരു ചെറുപ്പക്കാരൻ അടുത്ത് കുറേ പട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇഷ്ടം പോലെ ബിസ്ക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കന്നഡയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അദ്ദേഹത്തോട് എന്നിട്ട് ചോദിച്ചു. ഹിന്ദിയിലാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് കന്നഡ അറിയാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കന്നഡക്കാരൻ്റെ അല്ല, ഞാൻ മലയാളിയാണ്, ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് ടൂർ വന്നതാണ്, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ ഈ മലയാളികൾക്ക് എവിടെ ചെന്നാലും ഹൃദയ വിശാലത ഒരുപാട് കൂടും എന്നുള്ളത് എനിക്ക് പണ്ടേ അനുഭവമുള്ളതാണ്. എന്തായാലും ആ ഫാമിലിയെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു മോളും ഉണ്ടായിരുന്നു. അവരോടും ഞാൻ സൗഹൃദം പങ്കിട്ടു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ID ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ കാണാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ കൂട്ടത്തിലുള്ളവരാണ്. അവർ മുകളിൽ പോയവരെ തിരിച്ചിറങ്ങുന്നതും കാത്ത് ഇരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇവിടെ കാത്തിരിക്കേണ്ടി വരും. അവർ വരാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഇനി ഞങ്ങൾ കോലാറിനോട് ഇവിടെ പറയാണ്. ബാക്ക് ടു ഹൊസൂർ ബസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. 2 ബസ് കയറിയിട്ട് വേണം ഹൊസൂർ ബസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ളൊരു യാത്രയായിരുന്നത്. അടിപൊളി റോഡ്, ചുറ്റു ഭാഗങ്ങളിൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ, നല്ല ഡ്രൈവിങ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര കേട്ടോ. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഹൊസൂരിൽ എത്തിയിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞങ്ങളുടെ ട്രെയിന് രാത്രി 8 മണിക്കാണ്. 8-8:30 മണിക്കാണ് തോന്നുന്നത് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഹൊസൂരിലെത്തും എന്നുള്ളതാണ് നിഗമനം. അവിടെ എത്തിയിട്ട് ഒരു വാൻ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ ഒഗനിക്കൽ എന്നുള്ള ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഹൊസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वैशिष्टकुम्भोद्भव गौतमाय मुनीन्द्रदेवाचितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय ഹൊസൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഹൊസൂർ ബസ് സ്റ്റേഷനിലേക്കാണ്. ഒരുപാട് ട്രാഫിക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. റോഡാണെങ്കിൽ വളരെ മോശം, കുണ്ടും കുഴിയും ചളിയും എല്ലാം നിറഞ്ഞിട്ട് വണ്ടികൾക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വെറ്റ് ചെയ്യുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത്ര റഷായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ട്രാഫിക്. സിഗ്നലൊന്നുമില്ല. വണ്ടി അവരാരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്ത് പോവുക, നോക്കിയിട്ട് പോകണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വണ്ടി വന്നിട്ട് നമ്മളെ തട്ടി.
ആ രീതിയിലാണ് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊക്കെ എന്നാണ് നമ്മുടെ ഡ്രൈവർ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്കാണ് ഈ കയറുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു ടെമ്പോ ടാക്സി അല്ലെങ്കിൽ ഒരു ട്രാവലറോ ഞങ്ങൾക്ക് വാടകയ്ക്ക് വിളിക്കേണ്ടി വരും. അതിന് ശേഷം ആ വണ്ടിയിൽ വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് കേട്ടോ. ഒഗ്നിക്കൽ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഒരു 2.5 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം 12:30 മണി ആയി തുടങ്ങിയിട്ടുണ്ട്. 2-2:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഒഗ്നിക്കൽ എന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ട്രാവലർ വിളിച്ചിട്ടുണ്ട്. ഇനിയുള്ള യാത്ര അതിലാണ് കേട്ടോ. ഇനി ഹൊഗ്നിക്കൽ എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതുവരേക്കും കുറച്ചു നേരം നമുക്ക് പോകുന്ന വഴിയിലുള്ള നമ്മുടെ നാട്ടിൻപുറവും നാട്ടിലെ കൃഷിയിടങ്ങളും റോഡും എല്ലാം കുറച്ച് കണ്ടിട്ട് രസകരമായിട്ടുള്ള യാത്ര അങ്ങോട്ട് തുടരാം. മനോഹരമായ കുറേ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഹൊഗ്നിക്കൽ എന്ന സ്ഥലം എത്താറായി എന്ന് തോന്നുന്നു. അങ്ങനെ ഹൊഗ്നിക്കൽ എന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു നോക്കിയപ്പോൾ അത്ര വലിയ കാഴ്ചകളൊന്നും പുറത്ത് അങ്ങനെ കാണാനില്ല. അത്ര വലിയ വൃത്തിയും ഇവിടെ കാണാനില്ല. ഹോട്ടലുകളൊന്നും വലിയ നല്ല ഹോട്ടലുകളൊന്നും ഇല്ല. ചെറിയ ചെറിയ തട്ടുകട മാതിരത്തെ ഹോട്ടലാണ് ഇവിടെ അധികം കാണാനുള്ളത്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ഹോട്ടൽ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച. ഈ നദിയിൽ ഒരുപാട് വെള്ളം കൂടുതലുള്ളത് കാരണം ഇപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ശരിക്ക് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു വട്ടത്തോണി ഉണ്ട്. വട്ടത്തോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളിക്കൊട്ടയുടെ രൂപത്തിൽ നല്ല വലിയ വട്ടത്തിൽ കുറേ തോണികൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ യാത്രക്കാർക്ക് അതിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളൊരു തരം വട്ടത്തോണിയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളം കയറിയത് കൊണ്ട് താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിരാശയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിലൊക്കെ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഹോട്ടൽ തമിഴ്നാടുവിൽ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇവിടെ എന്താണ് ഉള്ളത് എന്ന് നോക്കാം. നല്ല വിശപ്പുണ്ട്. വേറെ വലിയ ഹോട്ടലുകളൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തുമ്പപ്പൂ പോലത്തെ പൊന്നി അരിയുടെ ചോറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ്. സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, ഒരു
ഉപ്പേരിയുണ്ട്, അത്രയേ ഉള്ളൂ. 70 രൂപയാണ് അവിടുത്തെ ഒരു ഊണിന് ഞങ്ങൾ കൊടുത്തത്. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ഇതാ ഇവിടെ അപ്പുറത്ത് ഒരു ഹോട്ടലാണിത്. ഹോട്ടലിലത് റോഡ് സൈഡാണിത്. ഇവിടെ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് അത്രയൊരു വൃത്തി കാണുന്നില്ല ഇവിടെ നിന്ന്. പക്ഷേ അത് നമുക്ക് ആവശ്യമുള്ളത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അപ്പം തന്നെ ഫ്രഷായിട്ട് വറുത്ത് തരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൊഗ്നിക്കലിലെ ആ നദിയുടെ തീരത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു നല്ല രീതിയിൽ നല്ല പാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത്. ഒരുപാട് വെറൈറ്റി കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും. ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഇവിടെ ഒരു അമ്മൂമ്മ എന്തൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു വയറ്റിപ്പഴപ്പാണത്. അപ്പോൾ ഞങ്ങൾ അധികം താമസിയാതെ ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയും കയറിയിട്ട് ഞങ്ങൾക്ക് 8 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ 2 മണിക്കൂർ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. 8 മണിക്ക് 8:30 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ. 4 അല്ല 5:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 6:30 7:30 8 മണിക്ക് എങ്ങനെയാലും എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുവിധം കണ്ടു. അധികം നേരമൊന്നും കാണാനില്ല. പക്ഷേ ഞങ്ങൾ വെറുതെ നടന്ന് സമയം കഴിച്ചതാണ്. നല്ല ചൂടും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അതിനുള്ള ഒരു യാത്രയാണ് ഇനി ഇവിടെ നിന്ന്. ഓക്കെ. സ്വപ്നങ്ങളൊന്നിച്ചു നെയ്തൊരാകാലത്ത് 1000 മേനി വിളഞ്ഞൊരാ പാടത്ത് ഇല്ലം നിറയ്ക്കുവാൻ കൊയ്തൊരാ നേരത്ത് കച്ചക്കതിർ ചൂടി പാടവരമ്പത്ത് ആടിയുലഞ്ഞേ കതിർക്കുല അഴകുപോൽ അവൾ പൂത്തുലഞ്ഞേ. കർക്കിടകത്തിലെ പഞ്ഞമകന്നിട്ടു മിഥുന പെണ്ണിനു മിന്നൊന്നു കെട്ടിട്ടു ചിങ്ങത്തിലോണമൊന്നൊന്നിച്ചു കൂടിട്ടു പുത്തരിച്ചോറിനാൽ പശി മാറ്റി അവൾ ആടിയുലഞ്ഞേ. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ പറഞ്ഞ ക്ഷേത്രം ഇതാണ്. ശ്രീ ഭക്തരായ സ്വാമി ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരിട്ടത്. നല്ലൊരു അമ്പലക്കുളവും അതിനടുത്തായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഏകദേശം ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക്, നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ സമ്മാനിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അധികം ദൂരം ഇല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇതാ ഏകദേശം റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റു ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കി പോകാൻ മറക്കണം കേട്ടോ.